നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. CPM പാലക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വീണ്ടും പൊട്ടിത്തെറി. 20ഓളം പേർ പാർട്ടി വിട്ടു. കഴിഞ്ഞ ആഴ്ച ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറും CIT ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് 20ഓളം പേർ പുറത്തേക്ക് പോയത്. ഷുക്കൂർ നഗരസഭാ കൗൺസിൽ സ്ഥാനം രാജിവെക്കുമെന്ന് സൂചന. അടിമുടി മാറ്റത്തിനായി ഒരുങ്ങി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. 400 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. പാത ടിപ്പിക്കൽ, ക്യാബിൻ ഒരുക്കൽ, പ്ലാറ്റ്ഫോം മേൽക്കുര നീളം കൂട്ടൽ തുടങ്ങിയ പ്രവൃത്തികൾ പദ്ധതിയിൽ. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ മുഖച്ഛായ മാറ്റമടക്കമുള്ള 29 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചിരുന്നു. തൃശൂർ പുതുക്കാട് റിപ്പർ മോഡൽ ആക്രമണം. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി പോലീസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പ്രാഥമിക നിഗമനം. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി കീഴിൽ വീണ്ടും പൊട്ടിത്തെറി. 20ഓളം പേർ പാർട്ടി വിട്ടു. കഴിഞ്ഞ ആഴ്ച ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറും CIT ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് 20ഓളം പേർ പുതുതായി പാർട്ടി വിട്ടിരിക്കുന്നത്. ഷുക്കൂർ നഗരസഭാ കൗൺസിലർ സ്ഥാനവും ഒഴിഞ്ഞേക്കുമെന്ന് സൂചന. CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് FB പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടത്. കഴിഞ്ഞ 1.5 വർഷമായി മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും തനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നും ആരുടെയും അടിമയല്ലെന്നായിരുന്നു അബ്ദുൾ ഷുക്കൂറിൻ്റെ FB പോസ്റ്റ്. ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഷുക്കൂർ ഇറങ്ങി വരികയായിരുന്നു. ഷുക്കൂറിനെതിരെയുള്ള നടപടികൾ പ്രതിഷേധിച്ചാണ് 20ഓളം പേർ CPMൽ നിന്ന് രാജിവെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ജില്ലാ നേതൃത്വത്തോട് കലഹിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിനെ തരം താഴ്ത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയതായോ പുറത്താക്കിയതായോ യാതൊരു അറിയിപ്പും ഔദ്യോഗികമായി വന്നിരുന്നില്ല. തന്നെ തരം താഴ്ത്തിയായി അറിയാമെന്ന് അബ്ദുൾ ഷുക്കൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ CPMന്റെ നഗരസഭാ കൗൺസിലറാണ് അബ്ദുൾ ഷുക്കൂർ. പാർട്ടി ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കൗൺസിൽ സ്ഥാനം രാജിവെക്കാനും അബ്ദുൾ ഷുക്കൂർ ആലോചിക്കുന്നതായാണ് വാർത്ത. പാർട്ടിയുമായി കലഹിച്ചപ്പോൾ തന്നെ ഷുക്കൂറിൻ്റെ രാജിക്ക് പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. നിലവിലെ നീക്കങ്ങളെ തുടർന്ന് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറി അതേ വാർഡിൽ മത്സരിക്കാൻ ആണോ ഷുക്കൂറിൻ്റെ പദ്ധതിയെന്നും CPM സംശയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 400 കോടി രൂപയുടെ വികസന പ്രവർത്തനം കൂടി നടപ്പാക്കുന്നു. പാത ഇരട്ടിപ്പിക്കൽ, ക്യാബിൻ ഒരുക്കൽ, യാത്രക്കാർക്ക് പുതിയ നടപ്പാലം, പ്ലാറ്റ്ഫോം മേൽക്കുര നീളം കൂട്ടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറ്റുന്നതടക്കമുള്ള 29 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 400 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി പുതുതായി നടപ്പാക്കുന്നത്. പാത ഇരട്ടിപ്പിക്കൽ, പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കുര നീളം കൂട്ടൽ, ക്യാബിൻ ഒരുക്കൽ, യാത്രക്കാർക്ക് പുതിയ നടപ്പാലം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക. റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റുന്നതടക്കമുള്ള വിവിധ പദ്ധതികൾ 29 കോടി രൂപ ചിലവിൽ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഈ ഒന്നാം ഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം 2 മാസം മുൻപ് പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്തിരുന്നു. 400 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനകം പാത ഇരട്ടിപ്പിക്കുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നും വള്ളത്തോൾ നഗർ സ്റ്റോപ്പ് വരെയും മറുഭാഗത്തെ ഷൊർണൂരിൽ നിന്നും എറണാകുളം വരെയുമാണ് പാച്ച് ഡബ്ലിംഗ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ഇതിനുവേണ്ട മണ്ണെടുപ്പും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കുര നീട്ടൽ, ക്യാബിൻ ഒരുക്കൽ, പുതിയ നടപ്പാത നിർമ്മാണം ഇതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 100 വർഷത്തോളം പഴക്കമുള്ള നടപ്പാത പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ നടപ്പാത നിർമ്മിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതുക്കാട് റിപ്പർ മോഡൽ ആക്രമണം. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചുറ്റിയ കൊണ്ട് യുവാവിനെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയാണ് പോലീസിന്റെ വലയിലായത്. തൃക്കൂർ വില്ലേജിലെ നെല്ലിച്ചോട് ജിംനേഷ്യത്തിന് മുന്നിൽ യുവാവിനെ ചുറ്റിയെക്കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പിടികൂടി. പോട്ട പരമ്പിള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിൽ ആണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുരങ്കള വീട്ടിൽ ഡീനിസ് ഡേവിസ് ആണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. 8-ാം തീയതി രാത്രി 7:30 സംഭവം നടന്നത്. ഡീനസ് തൃക്കൂർ കൈരളി ബേക്കറി ജംഗ്ഷന് സമീപം നെല്ലിച്ചോട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ജിംനേഷ്യത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയ സിറിൽ
2 മണിക്കൂർ മുമ്പേ തൃക്കൂരിലെത്തി. ജിംനേഷ്യത്തിന്റെ പരിസരത്ത് ഹെൽമറ്റ് ധരിച്ച് കാത്തിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനീസിനെ പുറകിൽ നിന്ന് ചുറ്റിക്കൊണ്ട് തലയ്ക്ക് പുറകിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ബോധരഹിതനായി താഴെ വീണ ഡീനീസിനെ തലയിൽ 2 പ്രാവശ്യം കൂടി സിറിൽ ചുറ്റിക്കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് സിറിൽ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പ്രതി ആദ്യം രക്ഷപ്പെട്ട സൈക്കിൾ ജിമ്മിൽ വന്നയാളുടേതായിരുന്നു. ഇത് തൊട്ടടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അവിടെ നിന്ന് ഇയാൾ സ്വന്തം ബൈക്കെടുത്താണ് രക്ഷപ്പെട്ടത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ 25ഓളം രഹസ്യ പോലീസിനെ നിയോഗിക്കുകയും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മരത്താക്കര, പുതുക്കാട്, കൊടകര, ചാലക്കുടി, ഒല്ലൂർ എന്നീ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ഒരു അജ്ഞാതൻ ഡീനീസിനെ പിന്തുടരുന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് ഈ അജ്ഞാതനെക്കുറിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ 24 മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഡീനീസിൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് കഴിയുന്നതിനാണ് ഡീനീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. ഡീനീസിൻ്റെ മരണം തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇതിനായി ചാലക്കുടിയിൽ നിന്നും ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ഉദ്ദേശം. അവിവാഹിതരായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ ആക്രമണത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയ അധികാരത്തിൻ്റെ മധുരം നുണഞ്ഞ TV നായകൻ ഇളയ ദളപതി വിജയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച ആയിരങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണിച്ച പാലക്കാട് അരോമ തിയേറ്ററിൽ ഫാൻസുകാരുടെ പുഷ്പവൃഷ്ടി. ഏറെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇടയിലാണ് TV തലവൻ വിജയ് ഭരണതലപ്പത്ത് എത്തുന്നത്. ഭരണത്തിലേറാൻ കേവല ഭൂരിപക്ഷമില്ലാതെയിരുന്ന TV തമിഴ്നാട് ഗവർണറും കൊമ്പുകോർക്കുകയായിരുന്നു. ഒടുവിൽ കോൺഗ്രസ്, CPI, ലീഗ്, CPM മുന്നണികളുടെ പിന്തുണയിലാണ് TV നായകൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 6 പതിറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തിയത് പ്രബല മുന്നണികളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ചെന്നൈ നെഹ്റു സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആവേശം ആനന്ദമാക്കുകയാണ് തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട്ടിലെയും ഫാൻസുകാർ. സിനിമാ ജീവിതത്തിൽ നിർമ്മാതാവിനെയും സംവിധായകനെയും പ്രേക്ഷകരെയും നിരാശപ്പെടുത്താതിരുന്ന വിജയ് ഭരണത്തിലും മികവ് പുലർത്തുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം. പർളിയിൽ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. ഓരോ കുടുംബത്തിന് 500 ലിറ്റർ വെള്ളമാണ് നൽകുന്നത്. ലോറിയിൽ കൂറ്റൻ ടാങ്കിൽ വെള്ളം നിറച്ചാണ് വിതരണം. ഓരോ കുടുംബത്തിനും 500 ലിറ്റർ വെള്ളം വീതമാണ് വിതരണം ചെയ്യുന്നത്. തിങ്കളാഴ്ച 1-ാം വാർഡിലും തുറന്ന ദിവസങ്ങളിൽ മറ്റാവശ്യമായ വാർഡുകളിലും വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി പറഞ്ഞു. കുടിവെള്ളക്ഷാമത്താൽ വലഞ്ഞ വീട്ടമ്മമാർ ലോറിയിൽ വെള്ളമെത്തിക്കണമെന്ന് മാസങ്ങളായി ആവശ്യപ്പെട്ടു വരികയാണെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിലാണ് ഇതുവരെയും വിതരണം ചെയ്യാതിരുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും പിരായിരി പുതുക്കുളങ്ങര സഹൃദയ സ്വയം സഹായ സംഘത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുക്കുളങ്ങര അംഗൻവാടി പരിസരത്ത് നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മായിൽ നിർവഹിച്ചു. സഹൃദയ സ്വയം സഹായം സംഘം പ്രസിഡന്റ് മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സംഷാദ് നിഷ, നബീബ് എന്നിവർ സംസാരിച്ചു. സഹൃദയ സ്വയം സഹായ സംഘം സെക്രട്ടറി കബീർ സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു. മാത്തൂർ മൂലോട് മസ്ജിദുൽ ഹുദക്ക് കീഴിൽ നിർമ്മിച്ച ഹുദ മജ്ലിസ് മദ്രസ ഹാൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടന്നു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദവി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഞാൻ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആളുമാണ്. ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് എന്നെ ധാരാളം കേട്ടതാണ്, കൂടുതൽ ഇപ്പോൾ പറയേണ്ടതില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ എനിക്ക് നമ്മുടെ ഈ വളരെ ശുഷ്കമായിട്ടുള്ള ഈ പ്രദേശത്ത് ഒരു പള്ളി നമ്മൾ ചെറിയ നിലക്ക് മസ്ജിദുൽ ഹുദ എന്ന് പറഞ്ഞ പള്ളി 98കളിൽ തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ പരിസരത്തും സമീപത്തുമുള്ള മറ്റ് പള്ളികളെക്കാൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മസ്ജിദുൽ ഹുദ മഹല്ല് പ്രസിഡന്റ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് A. നൌഷാദ് അവാർഡ് വിതരണം നൽകി. മഹല്ലു രക്ഷാധികാരി AP. നാസർ മുഖ്യപ്രഭാഷണം നടത്തി. കരീം പറളി, അബ്ദുൽ കരീം മാസ്റ്റർ മുണ്ടൂർ, ഹനീഫ ചുങ്കമന്നം എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ അനസ് മാസ്റ്റർ സ്വാഗതവും ഫാസിൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇസൽ നിലാവ് കലാസന്ധിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദി 22ാം വാർഷികാഘോഷ നിറവിൽ. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല നിർവഹിച്ചു. ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകവും ആദ്യ ദിനത്തിൽ അരങ്ങിലെത്തി.
ഷൊർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി 22ാം വാർഷികോത്സവ നിറവിൽ ഷൊർണൂർ KVR ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ സത്യസന്ധമായി പറയുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ വിപരീതമായൊരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് പ്രഭാതം ആരംഭിക്കുന്നത്. ആ കാലഘട്ടം മുതൽ വളരെയധികം പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് പ്രഭാതം ഈ 22 വർഷം വളർന്നു വന്ന് ഇന്ന് നല്ല നിലയിൽ ഷൊർണൂരിൽ തന്നെ പ്രശസ്തി ആർജിച്ച് തലയുയർത്തി പിടിച്ചുകൊണ്ട് ഈ സംഘടന നിൽക്കുന്നത്. അത് എന്നെ പോലെ തന്നെ ഈ പ്രഭാത കുടുംബാംഗങ്ങൾക്കും ഈ നല്ലവരായ നാട്ടുകാർക്കും അത് അറിയുന്ന കാര്യമാണ്. സെക്രട്ടറി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, സതീഷ് ബാബു, വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം അയനം നാടകവേദിയുടെ ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകം അരങ്ങിലെത്തി. എനിക്കത്ര ഇംപ്രസീവ് ആയെന്ന് തോന്നില്ല. ഇതാണോ എഡിറ്റിംഗ് ഞാൻ നോക്കും. അതിലെങ്ങാനും തൊട്ടാ മോനെ നിന്റെ കൈ ഞാൻ വെട്ടും. വിഷ്വൽ സെൻസ് ഇല്ലാത്ത നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പുരാവസ്തുക്കളെ ചവിട്ടി തോട്ടി കളിച്ചിട്ടേ നല്ല പൊളി പയ്യന്മാരെ വെക്കാൻ ക്യാമറമാനായിട്ട് അവന്മാരെടുക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ അടിപൊളിയാ. ഇതുപോലെ 70കളിലെ സാധനമല്ല. രണ്ടുപേരും കൂടി പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ട് കയറി പോയാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോ റീച്ച് എത്രയാണ്? 1.5 മില്യൺ. അതെന്തുകൊണ്ടാണ്? അത് ഞങ്ങളുടെ ഫാൻ ബേസ്, ഞങ്ങളുടെ ഫോളോവേഴ്സ്, ഞങ്ങളുടെ ഓറ, ഞങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈൽ. പിന്നെ ഞങ്ങളുടെ കണ്ടന്റിന്റെ പ്രശ്നം പ്രേക്ഷകർക്ക് ഞങ്ങളോടുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായ പ്രവർത്തനങ്ങളാണ് പ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. നിർധന കുടുംബത്തിന് പായലക്കടി ശിഹാബ് തങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെയും വിവിധ KMCകളുടെയും സഹായത്തോടെ കിടപ്പാടമൊരുക്കി. മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകൻ സുധീർ വണ്ടേരിക്കാണ് അകലൂരിൽ സ്നേഹഭവനം ഒരുക്കിയത്. ആംബുലൻസുകൾ എണ്ണാൻ കഴിഞ്ഞില്ല. എല്ലാ ആംബുലൻസുകളും അങ്ങനെയാണല്ലോ. പഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ 1045 ആംബുലൻസുകൾ എല്ലാ സൗകര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് പാർട്ടിക്ക് പടച്ചവൻ ഇപ്പൊ തന്നിട്ടുള്ള സുലഭമായ അവസരം. 23 സീറ്റാണ് ലഭിച്ചതെങ്കിൽ 3 സീറ്റ് കപ്പിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഒരു സീറ്റ് നഷ്ടപ്പെടാൻ കാരണക്കാരനായവനെ ഇന്ന് വിളിച്ചു പുറത്താക്കി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. 1800 വോട്ടും കൂടെ പിടിക്കുമായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ ഒരു സീറ്റ് അധികമുള്ള പാർട്ടിയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനേക്കാൾ വലിയ ബാക്കി എന്താണ്? 99 സീറ്റ് കൊണ്ട് ഭരിച്ച പാർട്ടിയുടെ ഒരു സീറ്റ് ലീഗിന് കൂടുമായിരുന്നു. ഈ 3 സീറ്റ് കൂടെ ജയിച്ചിരുന്നു. ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സുധീറിന് താക്കോൽ കൈമാറി. മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് മണ്ണൂർ പഞ്ചായത്ത് അംഗമായ VM അൻവർ സാദിഖ്, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷംല ഷൗക്കത്ത്, UP രവി, VA ഖാലിദ്, VA ഗഫൂർ, KM ഷിബു, PS രാമചന്ദ്രൻ, സുഹ്ര ഫിറോസ്, സുഹ്ര മുഹമ്മദ്, MK സലാം, V യൂസഫ് അലി, V മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സുധീർ വന്നേരി കിടപ്പാടമൊരുക്കിയ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിനെയും KMCCയെയും നന്ദി അറിയിച്ചു. ഞാൻ സുധീർ വന്നേരിയാണ്. എനിക്ക് വേണ്ടിയിട്ട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും നാട്ടിലെ യൂത്ത് ലീഗും നാട്ടിൽ നല്ലവരെ ഒരുപാട് പേര് കൈ കൊടുത്തിട്ട് എനിക്ക് വീട് വളരെ നിർമ്മിച്ചു തന്ന വീടാണത്. അൽഹംദുലില്ലാ. ഇത് ആരൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇതിൽ 1 രൂപ എടുത്തിട്ടുണ്ടോ, എനിക്ക് ഒരു ആൾക്ക് വീടില്ലാത്തവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം ലോകത്തും ഈ ലോകത്തും അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്നും കടപ്പെട്ടവനായിരിക്കും. സഹായിച്ചവർക്കൊക്കെ നാം തൗഫീഖ് നൽകട്ടെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നെടുങ്കോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. മെയ് 3 തുടങ്ങി വെച്ച യജ്ഞം 10 ഞായറാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സമാപിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നെടുങ്കോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 3 തുടങ്ങിവെച്ച 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് 10 ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. ഉദ്ധവോപദേശം, സ്വർഗാരോഹണം, പരീക്ഷിത്തിന് മുക്തി, 12ാം അധ്യായപാരായണം എന്നിവയ്ക്ക് ശേഷം യജ്ഞസമർപ്പണം, ഭാഗവത സംഗ്രഹം, മംഗളം, ദീപാരാധന, ആചാര്യദക്ഷിണ എന്നിവയും നടന്നു.
മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. പരമേശ്വരൻ നമ്പൂതിരി തലപ്പണ സഹ ആചാര്യനായിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് യജ്ഞത്തിന്റെ സമാപനത്തിൽ പങ്കെടുത്ത. യജ്ഞവേദിയിൽ പ്രധാന വഴിപാടുകളും ഉണ്ടായിരുന്നു. തുടർന്ന് ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രകാര്യ സമിതിയുടെ നേതൃത്വത്തിലാണ് 8ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കലും. CPM പാലക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വീണ്ടും പൊട്ടിത്തെറി. 20ഓളം പേർ പാർട്ടി വിട്ടു. കഴിഞ്ഞ ആഴ്ച ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറും CIT ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് 20ഓളം പേർ പുറത്തേക്ക് പോയത്. ഷുക്കൂർ നഗരസഭാ കൗൺസിൽ സ്ഥാനം രാജിവെക്കുമെന്ന് സൂചന. അടിമുടി മാറ്റത്തിനായി ഒരുങ്ങി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. 400 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. പാത ഇരട്ടിപ്പിക്കൽ, ക്യാബിൻ ഒരുക്കൽ, പ്ലാറ്റ്ഫോം മേൽക്കുര നീളം കൂട്ടൽ തുടങ്ങിയ പ്രവൃത്തികൾ പദ്ധതിയിൽ. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ മുഖച്ഛായ മാറ്റമടക്കമുള്ള 29 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചിരുന്നു. തൃശൂർ പുതുക്കാട് റിപ്പർ മോഡൽ ആക്രമണം. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി പോലീസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പ്രാഥമിക നിഗമനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.